Good morning. Okay. ഏത് ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എഴുതിട്ടിരുന്നേ? എവിടെ വരെ എടുത്തു നിർത്തിയത്? എവിടെ വരെ എടുത്തു നിർത്തിയേ? സപ്ലൈ ഓഫ് റെക്കോർഡ്സ് അത് കംപ്ലീറ്റ് ആയിരുന്നില്ലേ? സപ്ലൈ ഓഫ് റെക്കോർഡ്സ് കംപ്ലീറ്റ് അല്ലേ? ശരി. നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ അതല്ലേ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ശരി. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിക്കോ ലീഗൽ കേസസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വായിച്ചു നോക്കാറുണ്ടോ? കിട്ടുന്ന സമയത്തൊക്കെ നോക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്ത് കറക്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്താൽ മാത്രമേ പെട്ടെന്നൊന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ എക്സാമിന്റെ അടുത്തേക്ക് അത്രയ്ക്ക് സമയത്തേക്കൊന്നും വെക്കില്ല കേട്ടോ. ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടൊന്ന് നോക്കി പോവുക കേട്ടോ. അപ്പൊ അത് ലാസ്റ്റത്തേക്ക് വെക്കേണ്ട. എക്സാം വരുമ്പോൾ അത് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചാപ്റ്ററിൽ ആദ്യത്തെ ഭാഗമൊക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബൈഹാർട്ടൊന്നും ചെയ്യണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മിസ് പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞു തരുന്നുണ്ടല്ലോ പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പൊ ആ പോയിന്റ്സ് ഒന്നുകൂടി നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് അന്നേരം വരും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ ആണ് ഇനി നെക്സ്റ്റ് നോക്കുന്നത്. അതില് there should be a central medico-legal register retained in the accident and emergency department under the control of chief medical officer. അപ്പോൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഏത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്? ഏതിനെയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? മറ്റു പേരുകൾ എന്തൊക്കെയാ പഠിച്ചില്ലേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് മറ്റു പേര് ഏതൊക്കെയാ? എമർജൻസി റൂം അല്ലെങ്കിൽ കാഷ്വാലിറ്റി അല്ലേ? ആണോ? അവിടെ ഈ ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നിയന്ത്രണത്തില് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ നിലനിർത്തണം എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ മെഡിക്കോ ലീഗൽ കേസസ് അഡ്മിറ്റഡ് ഫ്രം കാഷ്വാലിറ്റി, ഔട്ട്പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് സർവീസസ് must be registered in the central medico legal register. അതുപോലെ തന്നെ ഇപ്പോ ഒരു കാഷ്വാലിറ്റിയിൽ വന്ന ഒരു മെഡിക്കോ ലീഗൽ കേസ് ആവാം, ഔട്ട്പേഷ്യന്റ് എന്ന നിലയിൽ വന്നതാവാം, ഇൻപേഷ്യന്റ് സർവീസിന് വേണ്ടിയിട്ട് വന്നതാവാം. അങ്ങനെ ഏതൊരു അതായത് എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും കാഷ്വാലിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് ചെയ്തോ, ഔട്ട്പേഷ്യന്റ് എന്ന നിലയിൽ വന്നതോ, ഇൻപേഷ്യന്റ് സർവീസ് വഴി വന്നതോ ആയിട്ടുള്ള എല്ലാ മെഡിക്കോ ലീഗൽ കേസസും ഈ ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. Then a medico legal stamp has been to be fixed on each registered case to make sure that the case has been registered. എന്താണ് മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ്? മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു റബ്ബർ സീലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഓരോ കേസുകളും ഇവിടെ നമ്മൾ ഈ ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഓരോന്നും രജിസ്റ്റർ ചെയ്യുമ്പോൾ, ഓരോ കേസും രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് മുകളിലായിട്ട് ഈ ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് നമ്മൾ അഫിക്സ് ചെയ്യും. അതായത് ഈ ഒരു റബ്ബർ സീൽ നമ്മൾ പതിപ്പിക്കും.
എന്നിട്ട് അവിടെ എന്നാണ് ഇത് രജിസ്റ്റർ ചെയ്തത് എന്നുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു സീല് തയ്യാറാക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കേസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തതാണോ അല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ. അതിന് വേണ്ടിയിട്ട് അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് has to be affixed on each registered case to make sure that the case has been registered ആണെന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റാമ്പ് അതിന് മുകളിൽ പതിപ്പിക്കുന്നത്. Then the completed central medico legal register has to be kept under the custody of the MRO. MRO ആരാ? മെഡിക്കൽ റെക്കോർഡ്സ് ഓഫീസർ കേട്ടോ. ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ള എന്താ മെഡിക്കോ ലീഗൽ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകളെല്ലാം ഈ MROന്റെ കസ്റ്റഡിയിലായിരിക്കും എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. അപ്പോ മെഡിക്കോ ലീഗൽ കേസസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് നോക്കിയേ. ആ പോയിന്റ്സ് വരെ പറഞ്ഞിട്ട് അടുത്തത് പറയാം കേട്ടോ. There should be ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആരുടെ നിയന്ത്രണത്തിലാണ് വേണ്ടത്? ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ നിയന്ത്രണത്തിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിലനിർത്തണം എന്നാണ് ആദ്യം പറഞ്ഞത്. ഇനി ഇത്തരത്തില് ഒരു കാഷ്വാലിറ്റിയിൽ നിന്ന് വരുന്ന അഡ്മിഷൻ ആവാം, ഔട്ട് പേഷ്യന്റോ അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസിൽ നിന്നോ വരുന്ന എല്ലാ മെഡിക്കോ ലീഗൽ കേസസും നിർബന്ധമായിട്ടും ഈ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് ക്ലിയർ ആയില്ലേ? ഇനി ഇത്തരത്തിലുള്ള ഓരോ കേസും അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ കേസ് ഫയലിന് മുകളിലായിട്ട് നമ്മൾ ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് പതിപ്പിക്കുകയും വേണം. ക്ലിയർ ആണല്ലോ? ഇനി പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്ററുകളും ആരുടെ കസ്റ്റഡിയിലായിരിക്കണം സൂക്ഷിക്കണേന്നാ പറയുന്നത്? MROന്റെ അല്ലെ മെഡിക്കൽ റെക്കോർഡ്സ് ഓഫീസറിന്റെ കസ്റ്റഡിയിൽ തന്നെ നിർബന്ധമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഈ 4 പോയിന്റ്സ് മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് all medico legal cases which are registered in the hospital should be intimated to the police through the hospital administrator to make sure that the medico legal case records are complete. എന്താണ് ഇത്തരത്തിൽ നമ്മൾ എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും ഈ ഒരു സെൻട്രൽ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ആ ഒരു രജിസ്ട്രേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന എല്ലാ കേസുകളും കൃത്യമായിട്ട് ആരെ അറിയിക്കണം എന്നാ പറയുന്നത്? ആരെ അറിയിക്കണ്ടേ? ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നു, നമ്മളത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ആരെ അറിയിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന ആരെയാണ് അറിയിക്കേണ്ടത്? പോലീസിന്റെ കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു ഇന്റിമേറ്റ് ടു ദ പോലീസ് ത്രൂ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന നമ്മൾ അത് പോലീസിനെ അറിയിക്കുന്നുണ്ട് എന്ന് നിർബന്ധമായിട്ട് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. ടു മേക്ക് ഷുവർ ദാറ്റ് ദ മെഡിക്കോ ലീഗൽ കേസ് റെക്കോർഡ്സ് ആർ കംപ്ലീറ്റ്. മെഡിക്കോ ലീഗൽ കേസ് റെക്കോർഡുകൾ പൂർത്തിയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും വേണം. Then these have to be kept under safe custody of responsible officer in the medical record department. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഈ കേസിന്റെ കാര്യങ്ങളും മറ്റ് റെക്കോർഡ്സും എല്ലാം ആരുടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറിന്റെ കസ്റ്റഡിയിൽ വളരെ സുരക്ഷിതമായിട്ട് അത് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് വളരെ സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വരുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ ലീഗൽ റെക്കോർഡുകൾ ആയതുകൊണ്ട് തന്നെ ഇത് മോഷണം പോവാം ഇല്ലേ? ഇതില് എന്താണ് മറ്റെന്തെങ്കിലും രീതിയിലുള്ള തിരിമറികൾ നടത്തിയേക്കാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് തന്നെ ഇവരുടെ കസ്റ്റഡിയിൽ അത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞേ, എല്ലാ മെഡിക്കോ ലീഗൽ കേസസ് രജിസ്റ്റേർഡ് ഇൻ ദ ഹോസ്പിറ്റൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മെഡിക്കോ ലീഗൽ കേസസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കുക. ആൻഡ് ടു മേക്ക് ഷുവർ, അതുപോലെ തന്നെ ഉറപ്പുവരുത്തേണ്ട കാര്യം ഈ മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്, പൂർണ്ണമാണ് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതുമായി ബന്ധപ്പെട്ട ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഇത് ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ, ഇതിനു വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറുടെ കസ്റ്റഡിയിൽ വളരെ സേഫ് ആയിട്ട് തന്നെ സൂക്ഷിക്കുകയും വേണം. ക്ലിയർ ആണോ? വേഗം വായിച്ചു നോക്കിയേ മെഡിക്കോ ലീഗൽ കേസസിന്റെ രജിസ്ട്രേഷൻ. വായിച്ച് കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ.
ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. അടുത്തത് നമുക്ക് ഈ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തുവിടാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ആണ് ആദ്യത്തെ. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ? രഹസ്യ സ്വഭാവം അല്ലെ? അതെ. അപ്പൊ ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ ആ ഒരു രഹസ്യ സ്വഭാവം എപ്പോഴും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്നാ പറഞ്ഞത്. മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ വെദർ ഇൻ ഓറൽ ഫോം or written documentation relating to any identified patient is confidential. അതായത് ഒരു നമുക്ക് അറിവുള്ള ഒരു പേഷ്യന്റ്, അപ്പൊ ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള അറിവുള്ള ഏതൊരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ്, അതിപ്പോ അവര് വാക്കാൽ പറഞ്ഞ കാര്യങ്ങളാവാം അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റുകളാവാം, അവരുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, മെഡിക്കൽ റെക്കോർഡുകൾ ആയിക്കോട്ടെ, എല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. Accordingly, computer stored data information obtainable either in the form of medical records, disease and operation indexes, photographs, microfilms, videotapes, audio tapes, or other device used for these purposes should be treated as confidential documents. അതുപോലെ തന്നെ ഇപ്പോ കമ്പ്യൂട്ടർ സ്റ്റോർഡ് ഡേറ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡുകൾ രൂപേണയുള്ളതോ, ഡിസീസ് ആൻഡ് ഓപ്പറേഷൻ ഇൻഡെക്സ് അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കണ്ടീഷൻസും പറയുന്ന രീതിയിലുള്ള റെക്കോർഡുകളോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇൻഡെക്സ് അവർക്ക് ചെയ്തിരിക്കുന്ന സർജറീസുമായി ബന്ധപ്പെട്ട മറ്റു ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക് മറ്റു പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസോ ഡോക്യുമെന്റ്സോ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സ് ആവാം, മൈക്രോഫിലിംസ് ആവാം, വീഡിയോ ടേപ്പുകളാവാം, ഓഡിയോ ടേപ്പുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസുകൾ അവരുടെ ട്രീറ്റ്മെന്റ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം പർപ്പസിന് വേണ്ടി വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇതെല്ലാം ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് വളരെ കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റുകളായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. So, authorized staff are permitted to deal with such information. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഓതറൈസ്ഡ് സ്റ്റാഫുകൾ, അതായത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് വ്യക്തികളുണ്ട്, ആ ഹോസ്പിറ്റലിൽ കുറച്ച് സ്റ്റാഫുകളുണ്ട്, അവർക്ക് മാത്രമേ ഇത്തരം ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് സ്റ്റാഫ് are those who are looking after the patient, normally including medical, nursing and paramedical personnel and the staff of the MRD. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ നോക്കി പരിചരിക്കുന്ന, രോഗിയെ നോക്കുന്ന ആളുകളെയാണ് സാധാരണ ഓതറൈസ്ഡ് അവരുമായി ബന്ധപ്പെട്ട് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ, മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ള ആളുകൾ, അതായത് ഡോക്ടേഴ്സ്, അവരെ നോക്കുന്ന അറ്റൻഡിംഗ് ഡോക്ടർ, ഫിസിഷ്യൻസ് ഒക്കെയാണ് അതിന് വരാം. നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട് അല്ലെ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ പേഴ്സണൽസ് ഉണ്ട്, അതുപോലെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ. ഇത്രയും ആളുകളാണ് ഓതറൈസ്ഡ് സ്റ്റാഫ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ആളുകൾക്ക് മാത്രമേ ഈ ഒരു മെഡിക്കൽ റെക്കോർഡുകളും അതുമായി ബന്ധപ്പെട്ട അവരുടെ മറ്റെന്തൊരു റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കൈകാര്യം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള വേറൊരു വ്യക്തിക്കും അത് കൈകാര്യം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല. അവരുടെ ഡോക്യുമെന്റ്സും മറ്റെല്ലാ കാര്യങ്ങളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ പറയുന്ന കുറച്ച് സിറ്റുവേഷൻസിൽ നമുക്ക് ഇൻഫർമേഷൻസ് രഹസ്യമായിട്ട് വെക്കാൻ പറ്റില്ല, റിലീസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതാണ് ഇവിടെ പറയുന്നത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. നോക്കേ, ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയേ. കണ്ടീഷൻ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഇഞ്ചുറി വന്ന കേസ്, ഒരു പരിക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന കേസാവാം. പോയിസണിങ്, എന്താ പോയിസണിങ്? വിഷബാധ അല്ലെ, എന്തെങ്കിലും വിഷബാധകൾ അല്ലെങ്കിൽ പോയിസണിങ് വന്നിട്ടുള്ള കേസുകളാവാം. അബോർഷൻസ്, എന്താ ഗർഭചിത്രം നടത്തിയിട്ടുള്ളതാവാം. കേസസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ്സ്, അപകടങ്ങളോ ആക്സിഡന്റ്സ് ഉണ്ടായതാവാം. സൂയിസൈഡുകൾ, ആത്മഹത്യ, ആൻഡ് ഹോമിസൈഡ് എന്ന് പറഞ്ഞ കൊലപാതകം. ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാവ് ടു ബി ഇന്റിമേറ്റഡ് ടു ദ പോലീസ് ഓർ അതർ ലീഗൽ അതോറിറ്റി. ഇവിടെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ അവിടെ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള മെഡിക്കോ ലീഗൽ കേസുകളാണ് എങ്കിൽ പറ്റില്ല അല്ലെ. അതൊക്കെ നമ്മൾ ആരോട് പറയില്ല, അവരുടെ ഇൻഫർമേഷൻ പുറത്തു വിടാൻ പാടില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് എത്രയും പെട്ടെന്ന് ലീഗൽ ആയിട്ടുള്ള അതോറിറ്റി അല്ലെങ്കിൽ പോലീസിനെ നമ്മൾ വിവരം അറിയിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അത്തരം സിറ്റുവേഷനിൽ ആ പേഷ്യൻസിന്റെ കണ്ടീഷനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ വെച്ചിട്ട് നമ്മൾ ഇൻഫർമേഷൻ പുറത്തു വിടേണ്ടതായിട്ട് വരാം.
വരാലോ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. മനസ്സിലാവുന്നോ? അപ്പൊ ഇൻഫർമേഷൻ റിലീസ് ചെയ്യാൻ പറ്റുന്ന വ്യവസ്ഥകളാണ് കേട്ടോ പറയുന്നത്. ഇനി രണ്ടാമത്തത് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ്. എന്താ? പകരുന്ന രോഗങ്ങൾ, പകർച്ചവ്യാധികൾ പോലെയുള്ള രോഗങ്ങൾ വന്നാം. അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരിടയ്ക്ക് വന്ന ഒരു രോഗം അല്ലെ, കോവിഡ് അല്ലെ. നമ്മൾ ഒരുപാട് 1-2 വർഷത്തോളം നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകൾ അല്ലെ. അപ്പൊ ഇവിടെ ഒരു വ്യക്തി ആദ്യം എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ഇതുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ 1-2 പേർക്ക് വരുമ്പോ പോലും അത് മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളോടും കാര്യങ്ങളോടും ഇത് പറയണ്ടേ? എന്തിനു വേണ്ടിയിട്ടാ പറയേണ്ടത്? ഇത്തരത്തിലൊരു ട്രാൻസ്മിറ്റബിൾ ഡിസീസ് ഒരു വ്യക്തിക്കുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകളോട് പറയണ്ടേ? അതെ, അത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള പോപ്പുലേഷനിലേക്ക് നമ്മളത് സ്പ്രെഡ് ആവരുത് അല്ലെ. ഒരുപാട് ആളുകളിലേക്ക് ഇത് പകരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പറയേണ്ട ഒരു ആവശ്യം വരുന്നത്. സോ അത്തരത്തിലുള്ള ഒരു കേസിൽ ഒരു പേഷ്യന്റ് വന്നു, അവർക്കൊരു പകർച്ചവ്യാധി ഉണ്ട്, ഒരു വലിയ രീതിയിലുള്ള ഒരു പകർച്ചവ്യാധിയുള്ള ഒരു രോഗമുണ്ട്. അത് മറച്ചു വെക്കാൻ പാടുണ്ടോ? അത് നമ്മുടെ പോപ്പുലേഷനെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവർക്ക് ഇന്ന രോഗമാണ്, ഇന്ന രീതിയിലുള്ള ഡിസീസ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും ആണല്ലോ. അപ്പൊ അത് രണ്ടാമത്തെ കണ്ടീഷൻ. ക്ലിയർ ആയോ? തേർഡ് വൺ എന്ന് പറയുന്നത് ഇവന്റ്സ്. അതായത് ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ ബർത്ത് നടക്കും, ജനനമാവാം, മരണമാവാം, ഫീറ്റൽ ഡെത്ത്. എന്താ? ശിശുക്കള് ഭ്രൂണമായിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ ഫീറ്റൽ ഡെത്തുകൾ നടക്കാറുണ്ടല്ലോ. പ്രസവിച്ച ഉടനെ തന്നെ കുട്ടികൾ മരിച്ചു പോകുന്നതാവാം. അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോ അത് നമ്മൾ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയെ, ബന്ധപ്പെട്ട അതോറിറ്റി അറിയിക്കണ്ടേ? നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട് അല്ലേ? ഇതൊക്കെ കൃത്യമായ സമയത്ത് അറിയിക്കേണ്ടത് ഹോസ്പിറ്റലുകാരോ എന്താണ് അത് അവിടെ 2 കൂട്ടർക്കും അറിയാം. അതായത് റിപ്പോർട്ടഡ് ടു സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റി ഏതർ ഡയറക്ട്ലി നേരിട്ട് ഹോസ്പിറ്റലുകാരെ അറിയിക്കാറുണ്ട്, ഓർ ത്രൂ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സിനെ ആരെങ്കിലും മുഖേനയോ അറിയിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിലും ഒരു കുട്ടി ജനിച്ചത് മറച്ചു വയ്ക്കാൻ പാടുണ്ടോ? ഇല്ല. അത് ബന്ധപ്പെട്ട സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയെ അറിയിച്ചാൽ മാത്രമേ അവർക്ക് ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ലഭ്യമാകുള്ളൂ അല്ലെ. ഡെത്താണ് സംഭവിക്കുന്നെങ്കിലും അതേപോലെയുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നത് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. ഇൻഫർമേഷൻ പുറത്തു വിട്ടേ പറ്റുള്ളൂ അല്ലെ. അടുത്തത് നാലാമത്തത് ഒരു കോർട്ട് ഓർഡറുമായി ബന്ധപ്പെട്ട്. കോർട്ട് ഓർഡർ, ദ ഹോസ്പിറ്റൽ ഓൾസോ മസ്റ്റ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഇൻ റെസ്പോൺസ് ടു എ കോർട്ട് ഓർഡർ. ഒരു കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരാണ്, ഇന്ന കേസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, ആ കേസിന് ആസ്പദമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകണം എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർ തരില്ല എന്ന് പറയാൻ പറ്റോ? ഞങ്ങൾ തരില്ല, ഞങ്ങളുടെ പേഷ്യൻസിന്റെ വിവരങ്ങളൊന്നും തരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ആ കേസിന്റെ മുന്നോട്ട് പോകണമെങ്കിൽ അത് അടിസ്ഥാനമായിരിക്കും. അതുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങനെ ഒരു കോർട്ട് ഓർഡർ വന്ന് നമ്മൾ ആ ഒരു കോർട്ട് ഓർഡർ പ്രകാരമുള്ള കേസിന്റെ ആ ഒരു ഇൻഫർമേഷൻസ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കോടതിയിൽ നിന്നുള്ള ഒരു ഓർഡർ വന്നാലും നമ്മൾ ആ ഹോസ്പിറ്റലിൽ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? അപ്പൊ അല്ലാത്ത പക്ഷം എന്താണ്, ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും റെക്കോർഡുകളും അവരുമായി ബന്ധപ്പെട്ട അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട നമ്മൾ എന്തൊക്കെ പർപ്പസുകൾക്ക് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അംഗീകരിക്കപ്പെട്ട ഓതറൈസ്ഡ് വ്യക്തികൾക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കുള്ളൂ. അതാരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞേ? അതാരൊക്കെയായിരുന്നു ആ ഓതറൈസ്ഡ് വ്യക്തികൾ? ആരൊക്കെയായിരുന്നു? ആദ്യം ഫസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞോ ആരൊക്കെയാ? ആദ്യം ആരാണ് ശരിക്കും? അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലേ? അവരാണല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആളുകള്. അത് കഴിഞ്ഞ് നഴ്സിംഗ് അല്ലെ, നഴ്സിംഗ് സ്റ്റാഫുകള്. അതിനുശേഷം പാരാമെഡിക്കൽ സ്റ്റാഫുകള്. അതുപോലെ തന്നെ ഏത് സ്റ്റാഫുകളാ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകള്. ഓക്കെ, ഈ 4 വ്യക്തികൾക്കുമാണ് അല്ലെങ്കിൽ 4 കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഓതറൈസ്ഡ് പേഴ്സൺസ് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തികൾ എന്ന് നമ്മൾ പറയുന്നത്. ഇവർക്കാണ് അത് കൈകാര്യം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കുക. ഇനി ഈ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് എന്താ പറഞ്ഞേ? ഇഞ്ചുറി, പോയിസണിങ്, അബോർഷൻസ് അല്ലെങ്കിൽ ആക്സിഡന്റ്, സൂയിസൈഡ്, ഹോമിസൈഡ് മുതലായിട്ടുള്ള മെഡിക്കൽ ലീഗൽ കേസസ് ഒക്കെയാണ് അല്ലെ ഇതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ പോലീസിനെയോ അല്ലെങ്കിൽ മറ്റ് ലീഗൽ അതോറിറ്റിയോ എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻസ് അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻഫർമേഷൻ പുറത്തുവിടേണ്ടതായിട്ട് വരാം.
രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റബിൾ ഡിസീസ്, പകരുന്ന രോഗങ്ങളുള്ള കേസുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയെ അവര് റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഇവന്റ്സ്, എന്താ ബർത്ത്, ഡെത്ത്, ഫീച്ചർ ഡെത്ത് മുതലായിട്ടുള്ള കേസുകൾ ഒരു ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയെ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് മുഖേനയോ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെയും ഇൻഫർമേഷൻ പുറത്തുവിടേണ്ടി വരും. അതുപോലെ തന്നെ കോർട്ട് ഓർഡർ പ്രകാരം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നൊരു കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടെങ്കിൽ ആ സംഭവങ്ങളിൽ ആ ഇൻസിഡൻസ് വരുന്ന സമയത്ത് നമ്മൾ ഇൻഫർമേഷൻ പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? റിലീസ് ഓഫ് ഇൻഫർമേഷൻ മനസ്സിലായോ? ഇപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു ക്ലിയർ ആണോ? കഴിഞ്ഞോ? അല്ലാതെ വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ, അതാണ് പറയാൻ പോകുന്നത്. മെഡിക്കൽ റെക്കോർഡിന്റെ ഉള്ളടക്കം. അപ്പൊ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് കുറച്ചധികം നമ്മൾ അതിനെ പറ്റി തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡില് ഫസ്റ്റ് വൺ, ഡേറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റാസ്. നോക്കിയേ, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് എന്നാണ് കേട്ടോ അവിടെ. അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് എന്നാണ്. അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, കൺസേൺ ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ് കേട്ടോ. കൺസേൺ ആണ് സ്പെഷ്യൽ കൺസേൺസ്. അപ്പൊ നോക്കിയേ, ഡേറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് മെഡിക്കൽ റെക്കോർഡുകളിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് റെക്കോർഡുകളുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ടാവും. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അറ്റൻഡിങ് ഫിസിഷ്യൻ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റുകൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവര് അവരുടേതായിട്ടുള്ള ആ പേഷ്യൻസിനോടുള്ള ഡ്യൂട്ടീസ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു എന്നൊരു പ്രസ്താവന. അതുപോലെ തന്നെ അവരുടെ അതുമായി ബന്ധപ്പെട്ട ബില്ലിംഗ് റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ നിറവേറ്റി ഫുൾഫിൽ ചെയ്തു എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുറെ വ്യവസ്ഥകൾ. അതുപോലെ തന്നെ കൺസേൺ ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, എന്തൊക്കെ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യാം അതിനു വേണ്ടിയുള്ള ആ പേഷ്യന്റിന്റെ സമ്മതം. അതുപോലെ തന്നെ സ്പെഷ്യൽ കൺസേൺസ്, പ്രത്യേകമായിട്ടുള്ള സമ്മതങ്ങളും വാങ്ങാറുണ്ട്. ഇത്രയും കാര്യങ്ങള് ഡേറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ താഴെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നോക്കിയേ, റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ്. നോക്കിയേ, ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡേറ്റ. ബട്ട് റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അതിൽ ബേസിക് ഐഡന്റിഫിക്കേഷൻ ഡേറ്റാസ് ഉണ്ടാവും. ആ പേഷ്യന്റിനെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകൾ ഉണ്ടാവും. അതുപോലെ അവരുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഡേറ്റാസും ഉണ്ടായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ബില്ലിംഗ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഡേറ്റാസും ഉണ്ടായിരിക്കും.
അതുപോലെ തന്നെ ഡേറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്ത് ശേഖരിക്കുന്ന ഡേറ്റാസ്, ആ പേഷ്യൻസിൽ നിന്നും അഡ്മിഷന്റെ സമയത്ത് ശേഖരിക്കുന്ന കളക്ട് ചെയ്യുന്ന ഡേറ്റാസും ഇതിലൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ടെയ്ൻ ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ് ഓർ ഫേസ് ഷീറ്റ്. ഇവിടെ ഈ ഒരു അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് ഐഡന്റിഫിക്കേഷൻ, അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ടാവും. അതുപോലെ അഡ്മിഷൻ, അതുപോലെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ടാവും. സമ്മറി ഷീറ്റ് ഓർ ഫേസ് ഷീറ്റ് എന്ന് വെച്ചാൽ, സമ്മറി ഷീറ്റ് അല്ലെങ്കിൽ ഫേസ് ഷീറ്റ് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും, അതായത് മെഡിക്കൽ ഹിസ്റ്ററി മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്ത, അത് ഓർഗനൈസ് ചെയ്ത ഒരു സമ്മറി ഷീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫേസ് ഷീറ്റ് പോലെ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാ? റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ്. അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളാണ്. അവരുടെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള ഡേറ്റാസും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ അഡ്മിഷന് സമയത്ത് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റാസ് ഉണ്ടാവും. അതുപോലെ അവരുടെ ഒരു 2-3 ഷീറ്റുകളൊക്കെ ആയിട്ട് അവർ വെക്കാം. അപ്പൊ അതില് ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ ഷീറ്റാണ്. അവർ തിരിച്ചറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഷീറ്റ് ഉണ്ടാവും. അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് റെക്കോർഡുകൾ ഉണ്ടാവും. സമ്മറി ഷീറ്റ് അല്ലെങ്കിൽ ഫേസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള, അതൊക്കെ ശേഖരിച്ചുകൊണ്ട് ഓർഗനൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മറി ഷീറ്റും ഉണ്ടായിരിക്കും. ഇതില് റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ആ പേരുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ, അപ്പൊ മാറൂല. അടുത്തത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. കണ്ടീഷൻ ഓഫ് അഡ്മിഷനിൽ പറയുന്നത് the back of admission or discharge sheet is often used for conditions of admission or admission concern. നമ്മൾ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുറെ വ്യവസ്ഥകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഡ്മിഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ഫോമിന്റെ ബാക്ക് സൈഡിലായിട്ട്, അഡ്മിഷൻ ഫോമിന്റെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് കുറെ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഷീറ്റിന്റെ ബാക്ക് സൈഡിൽ കുറെ കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ട്, കുറെ വ്യവസ്ഥകൾ എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? അത് വായിക്കാറുണ്ടോ? വായിക്കാറ് സാധാരണ ആളുകൾ വായിക്കില്ല അല്ലെ? നമ്മൾ ജസ്റ്റ് അത് നോക്കിയിട്ട് സൈൻ ചെയ്യുന്ന സ്ഥലം എവിടെയാണോ, കണ്ടിട്ടുണ്ട് അല്ലെ? സൈൻ ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ നമ്മുടെ പേരും ഇതൊക്കെ എഴുതിയിട്ട് ഡേറ്റ് ഒക്കെ എഴുതി നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാറാ പതിവ് അല്ലെ? അപ്പൊ ആ ഒരു ബാക്സ് ഓഫ് ദ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഷീറ്റിന്റെ ബാക്ക് സൈഡിൽ യൂസ്ഡ് ഫോർ കണ്ടീഷൻസ് ഓഫ് അഡ്മിഷൻ ഓർ അഡ്മിഷൻ കൺസേൺ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഷോ ദ പേഷ്യന്റ് എഗ്രി ടു റിസീവ് റൂട്ടീൻ കെയർ. അപ്പൊ ഇപ്പൊ ഇതിലിവിടെ പറയുന്നത് ഇറ്റ് ഷോ ദ പേഷ്യന്റ് എഗ്രീസ് ടു റിസീവ് റൂട്ടീൻ കെയർ, അതായത് സാധാരണയുള്ള പരിചരണം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പേഷ്യന്റിനെ സമ്മതിക്കുന്നതാണത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കാനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം. അതുപോലെ ഒരിക്കലും ഒരു ഹോസ്പിറ്റല് പൂർണ്ണമായിട്ടും ഒരു കേസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ ഉറപ്പ് പറയോ? ഇത് പറയോ? ഈ കേസിൽ ഞാൻ 100% നിങ്ങൾക്ക് സക്സസ് ആയി തരാം എന്ന് പറയാറുണ്ടോ? പറയില്ല. കാരണം എന്തുകൊണ്ടാ? അതിൽ പല വ്യത്യാസങ്ങൾ വരാം അല്ലെ? ഓരോ കേസുകള് ചിലപ്പോൾ അന്നേരത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിപ്പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം ആ ഒരു ആശുപത്രിക്ക് ഉറപ്പു തരാൻ സാധിക്കില്ല. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിഷൻ ക്ലർക്ക് ടു ഡിസ്ക്രൈബ് ദ പേഷ്യന്റ്, the contents of this form and its purpose. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, ബെസ്റ്റ് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് ഒക്കെ പറയുമോ അല്ലെ? ഒരു 99% നമുക്ക് നോക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 90% അല്ലെങ്കിൽ 60% ചാൻസ്, അങ്ങനെയൊക്കെ അവർ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു 100% ഉറപ്പ് തരാം, അല്ലെങ്കിൽ ആ ആള് ഇന്ന രീതിയിലാക്കി തരാം എന്ന് ഉറപ്പൊരു ഹോസ്പിറ്റലിന് പറയാൻ സാധിക്കില്ല. ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയിലൂടെയുള്ള ഒരു ഫലം നമുക്ക് പറയാൻ തരില്ല, അങ്ങനെയൊന്നും ഫലം തരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കണ്ടന്റുകളെ കുറിച്ചും കൃത്യമായിട്ട് അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ആ ഒരു വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പേഷ്യൻസിന് വിവരിച്ചു നൽകുക എന്നത് ഒരു അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും തിരക്കുകൾ മൂലവും, നമുക്ക് തിരക്കുള്ളത് കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് തിരക്കുള്ളത് കൊണ്ടും നമ്മൾ അത് വായിക്കാറില്ല, അല്ലെങ്കിൽ അത് അവർ പറഞ്ഞു തരാറില്ല അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സമ്മതം നൽകാനായിട്ട്. അപ്പൊ അതിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ
അവിടെ നിന്ന് കിട്ടുന്ന സാധാരണ പരിചരണങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ ഞാൻ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഞാൻ നല്ല രീതിയിൽ ഏറ്റെടുത്ത് ആ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. അതേപോലെ കൃത്യമായ അവർ തരുന്ന സർവീസുകൾക്കുള്ള പേയ്മെന്റുകൾ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഷീറ്റിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അതാണ് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ആ വ്യവസ്ഥകൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി തരേണ്ടത് ഒരു അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ അല്ലേ? കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ മനസ്സിലായോ? ശരി. നെക്സ്റ്റ് കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഇനി നമുക്ക് ചില ഇൻഫർമേഷൻസ് പുറത്തുവിടാനായിട്ട് പേഷ്യൻസിൽ നിന്ന് സമ്മതം വേണ്ടേ? പേഷ്യൻസിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻസ് പുറത്തുവിടാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാതെ ഇൻഫർമേഷൻ പുറത്തുവിടാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി റിലീസ് ഓഫ് ഇൻഫർമേഷനിൽ നമ്മൾ കുറെ കണ്ടീഷൻസ് പഠിച്ചല്ലോ. അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും. പേഷ്യൻസിന്റെ സമ്മതമില്ലാതെ ഇപ്പൊ ഒരു ട്രാൻസ്മിറ്റബിൾ ഡിസീസ് ഉള്ള ഒരു വ്യക്തിയാണ്, ആ വ്യക്തി പറയാണ് എന്താണ്, ഇപ്പൊ നമുക്കൊരു കോവിഡ് വന്നു, ആദ്യമായിട്ടൊരു കോവിഡ് വന്നൊരു വ്യക്തിയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പറയാണ് അയ്യോ ഇത് ആരോടും പറയില്ലേ, എനിക്ക് സമ്മതമില്ല, ഇത് എന്റെ വിവരം പുറത്ത് പറയരുതെന്ന് പറഞ്ഞാലും ഹോസ്പിറ്റലിൽ വിടണ്ടേ അല്ലെ, പുറത്തേക്ക് പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒരു മെഡിക്കോ ലീഗൽ കേസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്സിഡന്റ് കേസുകളോ വരുമ്പോ ഇല്ല ഇതെന്റെ ഇൻഫർമേഷൻ ആർക്കും പറഞ്ഞു വിടണ്ട അല്ലെങ്കിൽ പുറത്തേക്ക് ഇത് അറിയണ്ട, പോലീസിനെ അറിയിക്കണ്ടെന്ന് പറഞ്ഞാലും ഹോസ്പിറ്റലിൽ അത് ചെയ്യേണ്ടതായിട്ട് വരും. അത് അവരുടെ പ്രൊസീജിയറിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കേസുകളിൽ ഈ ഒരു കൺസേൺ ആവശ്യമായിട്ട് വരുന്നില്ല. അല്ലാത്ത കേസുകളിൽ പേഷ്യന്റിന്റെ സമ്മതം ആവശ്യമാണ്. അപ്പൊ നോക്കി, it permits the hospital to send specifically named organization copies of the patient medical record and it is on the back of the admission or discharge form. ഇപ്പൊ നമ്മുടെ ആ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുമ്പോഴും ഇത് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വ്യവസ്ഥ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. എന്താണ് ആവശ്യമായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള ഓർഗനൈസേഷൻസിനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾക്കോ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസോ കാര്യങ്ങളുടെയോ കോപ്പി ആവശ്യമാണെങ്കിൽ അത് സെൻഡ് ചെയ്ത് കൊടുക്കാം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന് അനുവാദം വാങ്ങുന്നുണ്ട്. പേഷ്യന്റ് സിഗ്നേച്ചർ ഓൺ ദിസ് ഫോം permit the hospital to release medical information combined during the current episode of care. അപ്പൊ നിലവിലിപ്പോ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അത്തരം കേസുകളൊക്കെ പേഷ്യൻസിന് എപ്പോഴും സമ്മതം വാങ്ങുകയല്ല, ആദ്യമേ തന്നെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഫോമിന്റെ ബാക്ക് സൈഡിൽ ആ വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പേഷ്യന്റ് സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് പേഷ്യന്റിന്റെ ആ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ആ നിലവിലുള്ള പരിചരണത്തിന്റെ ആ എപ്പിസോഡ് ഓഫ് കെയർ നിലവിലെ പരിചരണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു കോപ്പി നമുക്ക് ആ ഒരു ഓർഗനൈസേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടും നമുക്ക് നൽകാവുന്നതാണ്. ദെൻ അടുത്തത് സ്പെഷ്യൽ കൺസേൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അഡ്മിഷൻ അല്ലെങ്കിൽ ആ ഡിസ്ചാർജ് ഫോമിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ അത് പറയുന്നുണ്ട്, സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ടെന്ന്. ഇനി സ്പെഷ്യൽ കൺസേൺ എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് എന്തെങ്കിലും സർജറിയോ ട്രീറ്റ്മെന്റുകളോ ടെസ്റ്റുകളോ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യൂലേ, പ്രത്യേകമായിട്ട് എക്സ്ട്രാ നമുക്ക് ഒരു സാധാരണ ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയർ അല്ലാതെ നമ്മൾ സാധാരണയായിട്ട് ചെയ്തതല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന നോൺ റൊട്ടീൻ ആയിട്ട് സാധാരണ ചെയ്യാത്ത പ്രത്യേകമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ആവാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളോ മറ്റെന്തെങ്കിലും സ്കാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആവാം. അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഒരു സ്പെഷ്യൽ സമ്മതം ആരിൽ നിന്ന് വാങ്ങണം, പേഷ്യന്റിൽ നിന്ന് വാങ്ങണം. ദിസ് ഈസ് റിട്ടൺ പ്രൂഫ് ദാറ്റ് patient agrees to the procedure recorded in the form. അപ്പൊ ഇപ്പൊ ഒരു സർജറി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു പ്രൊസീജിയർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് ചികിത്സാപരമായിട്ട് തന്നെ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട്
മറ്റെന്തെങ്കിലും ടെസ്റ്റുകളോ തെറാപ്പികളോ ചെയ്യാൻ ആരംഭിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പേഷ്യന്റിൽ നിന്ന് നമ്മൾ പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ കൺസേൺ വാങ്ങുന്നുണ്ട്. അങ്ങനെ സ്പെഷ്യൽ കൺസേൺ വാങ്ങുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റോ പ്രൊസീജിയറോ അവരുടെ സമ്മതത്തോടുകൂടി പൂർണ്ണമായ ഇൻഫർമേഷൻസ് അവർക്ക് പറഞ്ഞു കൊടുത്ത് അതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം അവർ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു സമ്മതം തരുന്നതെന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു റിട്ടേൺ പ്രൂഫ് ആയിട്ട് എന്ത് ചെയ്യാം, കാണിക്കാം. കാരണം പേഷ്യന്റ് ഈ പ്രൊസീജിയറിന് എഗ്രി ചെയ്യുന്നുണ്ട്, സമ്മതം തന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. പൂർണ്ണമായ ഇൻഫർമേഷൻസ് ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു കാര്യങ്ങളെല്ലാം അവര് തന്നെ അവരുടെ താല്പര്യത്തിൽ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഹോസ്പിറ്റലിന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിട്ടേൺ പ്രൂഫ് ആണ് ഇതെന്ന് പറയുന്നത്. Then condition of the participation require that the medical staff by law rules and regulations state that a surgical operation may be executed only in concern of the patient or legal representative except in emergency. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇപ്പൊ ഈ ഒരു എന്താണ് മെഡിക്കൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകളുടെ ലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ലോസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നിയമങ്ങളിലും നിയന്ത്രണങ്ങളിലും ഒക്കെ പറയുന്ന കാര്യമാണ് ഒരു പേഷ്യന്റ് നമ്മളൊരു സർജിക്കൽ ഓപ്പറേഷൻസോ കാര്യങ്ങളോ ശസ്ത്രക്രിയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിൽ നിന്നോ അവരുടെ നിയമപരമായിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ആരാണോ പ്രതിനിധി ആരാണോ, ചിലപ്പോൾ പേഷ്യന്റിന് അത്രയും വയ്യാതിരിക്കുന്ന സമയമാണ് അവരിൽ നിന്ന് സമ്മതം വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത റിലേറ്റീവ് അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ആരാണോ അവരിൽ നിന്ന് സമ്മതം വാങ്ങി മാത്രമേ ആ ഓപ്പറേഷൻസ് നടത്താൻ പാടുള്ളൂ. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം നമ്മുടെ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. എക്സെപ്റ്റ് ഇൻ എമർജൻസി, ഒരു എമർജൻസി കേസുകൾ ഒഴികെ. എന്തായിരിക്കും ഒരു എമർജൻസി കേസ് ഒഴികെ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? ഇപ്പോ ഒരു ലേബർ, അതായത് പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി ഉടനെ ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ നേരത്തെ കൂടി അവരിൽ നിന്ന് സമ്മതം വാങ്ങാനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ ഒക്കെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് സമയം കിട്ടിയില്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ലേറ്റ് ആവാതെ ലാഗാവാതെ ചെയ്യാനായിട്ടേ പറ്റുള്ളൂ അല്ലെ. അതുപോലെ തന്നെ ഒരു എമർജൻസി മറ്റെന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാലും ഇവരിൽ നിന്ന് സമ്മതം വാങ്ങാനുള്ള ഒരു സമയമൊന്നും ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. അറ്റ്മോസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസിനെ രക്ഷിക്കുക എന്നുള്ളതാ അല്ലെ. അതെ, പേഷ്യൻസിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു കണ്ടീഷനുകളിൽ ഒഴികെ, അത്തരത്തിലുള്ള എമർജൻസി കണ്ടീഷനുകൾ ഒഴികെ അല്ലാത്ത സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സർജിക്കൽ ഓപ്പറേഷൻസോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമത്തിൽ പറയുന്ന നിർബന്ധമായിട്ടും പറയുന്ന കാര്യമാണ് പേഷ്യന്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ നിയമപരമായ പ്രതിനിധിയിൽ നിന്നോ എന്ത് വേണം, കൺസേൺ വാങ്ങിയിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ സ്പെഷ്യൽ കൺസേൺ ഇത്ര മാത്രമേ ഉള്ളൂ. നോർമൽ ആയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ലാതെ, നോൺ റൊട്ടീൻ ആയിട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങളല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ പേഷ്യൻസിന് നൽകുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള സമ്മതം നമ്മൾ അവരിൽ നിന്ന് വാങ്ങണം. അത് അവർക്കൊരു റിട്ടേൺ പ്രൂഫായിട്ട് നമ്മൾ അവരുടെ ആ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് വയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സർജിക്കൽ ഓപ്പറേഷൻസോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിർബന്ധമായിട്ട് പേഷ്യൻസിൽ നിന്നോ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിൽ നിന്നോ കൺസേൺ അല്ലെങ്കിൽ സമ്മതം വാങ്ങിയിരിക്കണം. എമർജൻസി കേസുകൾ ഒഴികെയുള്ള കേസുകളിൽ. വേഗം ഒന്ന് വായിച്ചു നോക്കി അവിടെ വരെ. തേർഡ് മോഡ്യൂളിലെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞോ? നിലവിൽ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ഇതും കൂട്ടിയിട്ടാണ് ലിസ്റ്റ് വെച്ചത്. ഏതെങ്കിലും എടുക്കാനുണ്ടോ? സ്റ്റാർട്ട് ചെയ്യാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? ഇല്ല. ബാക്കിയെല്ലാം ഇല്ലല്ലോ. ബാക്കിയെല്ലാം ഇപ്പൊ ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ റണ്ണിങ്ങിലാണ് അല്ലെ. ശരി.
മൊഡ്യൂൾ 4 എത്തി അല്ലെ? തേർഡ് മൊഡ്യൂളിൽ ഈ ചാപ്റ്റർ മാത്രമേ കംപ്ലീറ്റ് ആവാനുള്ളൂ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കഴിഞ്ഞോ? ഇല്ല. മെറ്റീരിയൽ മാനേജ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നു. അതാരാ എടുക്കുന്നേ? ആദരവിസ് ആണോ? വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ക്ലിനിക്കൽ ഡേറ്റ കേട്ടോ. അപ്പൊ നമ്മള് ഡിസ്ചാർജ് ഓർ ഫസ്റ്റ് എന്താ പറഞ്ഞേ? ഡിസ്ചാർജ് ഡേറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് പറഞ്ഞു. അതിൽ അഡ്മിഷൻ ഡിസ്ചാർജ് റെക്കോർഡ് പറഞ്ഞു, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ പറഞ്ഞു, കൺസേൺ ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ പറഞ്ഞു, സ്പെഷ്യൽ കൺസേൺസ് പറഞ്ഞു. ഇനി അടുത്തത് ക്ലിനിക്കൽ ഡേറ്റാസിൽ വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്. ഇപ്പൊ രണ്ടിലും വരുന്നുണ്ട് കേട്ടോ. അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ് ക്ലിനിക്കൽ ഡേറ്റയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട്, അതുപോലെ തന്നെ പാത്തോളജി റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് റിപ്പോർട്ട്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് ഡേറ്റ, അനസ്തേഷ്യ റിപ്പോർട്ട്, റിക്കവറി റൂം റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, നഴ്സിംഗ് ഡേറ്റ, നഴ്സസ് നോട്ട്, അതുപോലെ TPR ഗ്രാഫിക് ചാർട്ട്. എന്താണ് TPR എന്ന് പറഞ്ഞാൽ? ഇതായിരിക്കും പേഷ്യൻസിന്റെ വൈറ്റൽ സൈൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ മുതലായവയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കേഷൻ ഷീറ്റ്, മരുന്നുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഡയറ്റ് ചാർട്ടുകള്, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടുകള്, റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട്, മിസലേനിയസ് റിപ്പോർട്ട്, ലബോറട്ടറി റിപ്പോർട്ട്, ഡിസ്ചാർജ് സമ്മറി. ഇത്രയും ക്ലിനിക്കൽ ഡേറ്റയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഒരു പേഷ്യന്റിന് ഇതെല്ലാം വരണം എന്ന് നിർബന്ധമില്ല, ഇല്ലേ? എല്ലാ പേഷ്യൻസിനും ചിലപ്പോ അനസ്തീഷ്യ കൊടുക്കാത്ത പേഷ്യന്റ് ഉണ്ടാവും. ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട ഡേറ്റാസോ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ വേണ്ടാത്തതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ ഒഴിവാക്കും. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളവ അവരുടെ പേഷ്യന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആ പേഷ്യന്റിന്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ ഡേറ്റാസ് മാത്രമേ അവരുടെ റെക്കോർഡിൽ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ. അല്ലാതെ വേണ്ടാന്ന് വെക്കും. അപ്പൊ അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് റെക്കോർഡ് എല്ലാവരുടെയും ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും, ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും, ഫിസിഷ്യൻസിന്റെ പ്രോഗ്രസ് നോട്ട്, അവരുടെ പുരോഗതി എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഫിസിഷ്യൻ ഓർഡർ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് നോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഫിസിഷ്യൻസിന്റെ പ്രോഗ്രസ് നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാണ്. ഫിസിഷ്യൻ ഓർഡർ എന്ന് പറഞ്ഞാല് ഫിസിഷ്യൻസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളുമാണ്. പ്രോഗ്രസ് നോട്ട് എന്ന് പറയുമ്പോൾ അവരുടെ പുരോഗതിയാണ്, എത്രത്തോളം ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു അതിന് എത്രത്തോളം പുരോഗതിയുണ്ട്, അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചു വെക്കും കേട്ടോ. അതുപോലെ തന്നെ പാത്തോളജി റിപ്പോർട്ട് അവരുടെ ഡിസീസുമായി ബന്ധപ്പെട്ട രോഗത്തിന്റെ സ്വഭാവം, ലക്ഷണങ്ങൾ, കാരണങ്ങൾ മുതലായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റേഡിയോളജിയുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളോ സ്കാനിങ്ങോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്. അപ്പൊ അതൊക്കെ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു റിപ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവ ഉൾപ്പെടുത്തും.
അതുപോലെ തന്നെ ECG ആണെങ്കിലും കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട ഡേറ്റാസ്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ, ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിക്കവറി റൂമിലേക്ക് അവരെ മാറ്റുമല്ലോ, അപ്പൊ അത്തരത്തിലുള്ള റെക്കോർഡുകള്, അതുപോലെ തന്നെ നഴ്സിംഗ് ഡേറ്റ, നഴ്സസ് നോട്ട്, ഇതൊക്കെ അവരുടെ പേഷ്യൻസും എല്ലാ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ TPR ഗ്രാഫിക് ചാർട്ട്, മെഡിക്കേഷൻ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട ഷീറ്റ്, ഡയറ്റ് ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചാർട്ട് ഉണ്ടായിരിക്കും. ഫിസിക്കൽ തെറാപ്പി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉണ്ടാവും. റെസ്പിറേറ്ററി തെറാപ്പി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മിസലേനിയസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത പൊതുവായിട്ടുള്ള കുറച്ച് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടാവില്ല, എല്ലാ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ളവ മിസലേനിയസ് റിപ്പോർട്ടുകൾ ആക്കി വെക്കും. ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അങ്ങനെ വെക്കും. ഡിസ്ചാർജ് സമ്മറി വെക്കും. ഇത്രയും ക്ലിനിക്കൽ ഡേറ്റയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഓരോ പേഷ്യന്റിന്റെയും കണ്ടീഷൻ അനുസരിച്ചും അവർക്ക് കൊടുക്കുന്ന പ്രൊസീജിയറിനനുസരിച്ചും ഒക്കെ ഇതില് എല്ലാം ഉൾപ്പെടുത്തില്ല. അവർക്ക് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഡേറ്റാസും റിപ്പോർട്ടുകളും ആയിരിക്കും അവരുടെ റെക്കോർഡിൽ ഉണ്ടാവുക. മനസ്സിലായോ? ഇനി ഇതില് എല്ലാം നമ്മൾ പഠിക്കുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ മാത്രമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്, ഇതെല്ലാ തരത്തിലുള്ള പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിലും കാണുന്നതാണ്. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് ഓക്കെ, ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അവർക്ക് കൊടുത്തിട്ടുള്ള എന്താണ് രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവും. An attending physician is liable for giving and authenticating the information. All diagnosis and procedures must be well written in full without symbols and abbreviation. അപ്പോൾ ഒരു അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡില് പേഷ്യൻസിന്റെ കൊടുത്തിട്ടുള്ള ഡയഗ്നോസിസ് എന്തൊക്കെയാണ്, രോഗനിർണയം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്തു, അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവനകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ് എന്തിനു ബാധ്യസ്ഥനായിട്ടുള്ളത്, ഫോർ ഗിവിംഗ് ആൻഡ് ഒതന്റിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ. അതായത് അവർക്ക് എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം വെൽ റിട്ടൺ ഇൻ ഫുൾ ഫോമില് വിത്തൗട്ട് സിമ്പലുകളോ കാര്യങ്ങളോ ഒന്നും ഇടാതെ എന്താണ് അബ്രീവിയേഷൻസ്, വെൽ റിട്ടൺ ഇൻ ഫുൾ വിത്തൗട്ട് സിംബൽസ് ആൻഡ് അബ്രീവിയേഷൻസിൽ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് അവർക്ക് കൊടുത്ത ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും എഴുതി ആ ഒരു ഇൻഫർമേഷനെ ആധികാരികമാക്കേണ്ടത് ആരുടെ ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതയാണെന്നാ പറയുന്നത്, അവരെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യന്റെ. അപ്പൊ അവരുടെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ ആരാണോ അദ്ദേഹമാണ് ആ ഒരു ഇൻഫർമേഷനെ ആധികാരികതയിലേക്ക് എത്തിക്കേണ്ടത്. അതിനുവേണ്ടി എല്ലാ ഡയഗ്നോസ്റ്റിക് ആൻഡ് പ്രൊസീജിയേഴ്സും മസ്റ്റ് ബി വെൽ റിട്ടൺ ഇൻ ഫുൾ വിത്തൗട്ട് സിംബൽസ് ആൻഡ് അബ്രിവിയേഷൻസ്. എന്താ സിംബൽസോ അബ്രിവിയേഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് വിവരിച്ചുകൊണ്ട് അത് തയ്യാറാക്കേണ്ടതും അതിനെ ആധികാരികതയോടെ ആ ഇൻഫർമേഷൻ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്ത, അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അവരുടെ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എല്ലാം ഈ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിലായിരിക്കും ഉൾപ്പെടുക. അടുത്തത് നിങ്ങൾക്കറിയാം മെഡിക്കൽ ഹിസ്റ്ററി. മെഡിക്കൽ ഹിസ്റ്ററി എന്തായിരിക്കും? ദ ഡേറ്റ ഫിസിഷ്യൻ യൂസസ് ടു എസ്റ്റാബ്ലിഷ് എ പ്രിലിമിനറി പ്രൊഫഷണൽ ഡയഗ്നോസിസ് ഓൺ വിച്ച് ടു ബേസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്. ഇറ്റ് ഇൻക്ലൂഡ്, അതായത് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് അടിസ്ഥാനം കൊടുക്കുന്ന രീതിയിൽ പ്രിലിമിനറി ആയിട്ടുള്ള പ്രൊഫഷണൽ ഡയഗ്നോസിസ് ആണ് അല്ലെ. അവർക്ക് പ്രാഥമികമായിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു രോഗനിർണയവും അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റിൽ നിന്നുള്ള ബേസ് ദ ട്രീറ്റ്മെന്റിന് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങള് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസ് ഇൻഫർമേഷൻസ് ആണ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പറയുന്നത്. അതായത് ചീഫ് കംപ്ലൈന്റ് എന്തായിരിക്കും, അവരുടെ മുഖ്യ പ്രശ്നം എന്താണ് അല്ലെ, എന്ത് റീസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിന്റെ കാരണം, മുഖ്യ പ്രശ്നം എന്താണ്, പ്രസന്റ് ഇൽനെസ് നിലവിലെ അവരുടെ പ്രശ്നം എന്താണ്, നിലവിൽ കൂടുതലായിട്ട് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, മുൻപ് എന്തെങ്കിലും എന്താണ് മെഡിക്കൽ ചരിത്രമുണ്ടോ, മുൻപ് വേറെ ഏതെങ്കിലും രോഗങ്ങളുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ കഴിക്കുന്നുണ്ടോ, ഇപ്പൊ നിലവിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിലെ മറ്റാർക്കെങ്കിലും ഇതുമായി ഇതുപോലെയുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ബാധിച്ചിട്ടുണ്ടോ, ആ റിവ്യൂ ഓഫ് ദ സിസ്റ്റം എന്താ, അവരുടെ ആ പ്രാഥമികമായിട്ടുള്ള ബോഡി സിസ്റ്റങ്ങൾ പരിശോധിച്ച് അതിന്റെ ഒരു അവലോകനം നടത്തുന്നു. അപ്പൊ ഇത്രയും മെഡിക്കൽ ഹിസ്റ്ററിയിൽ വരുന്ന കാര്യം, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ ഒരു അടിസ്ഥാനമായി ആ ഒരു ബേസ് വെച്ചിട്ടാണ് ആ പേഷ്യന്റിന് നമ്മൾ പ്രാഥമികമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുന്നത്. മനസ്സിലായോ? മെഡിക്കൽ ഹിസ്റ്ററി ക്ലിയർ ആണോ? ഓക്കെ അല്ലേ?
Then അടുത്തത് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ എന്താ? ശാരീരിക പരിശോധന അല്ലെ? The provides baseline data about the patient to help the physician in deciding a diagnosis. എന്താ? ഒരു വളരെ അടിസ്ഥാനപരമായിട്ട് തന്നെ പേഷ്യന്റ് വരുമ്പോ പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നടത്തുമ്പോൾ ഫിസിഷ്യൻ അത് ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലെ? ഏത് തരത്തിലുള്ള രോഗം നിർണ്ണയിക്കാനും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിസിക്കൽ എക്സാമിനേഷൻ സഹായിക്കുന്നുണ്ട്. The examination should include all the body system. എല്ലാ ബോഡി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധനകൾ നടത്തുന്നുണ്ട്. And the degree of details relies on the age and sex of the patient, symptoms, other physical findings or laboratory data. അപ്പൊ അതുപോലെ തന്നെ ഇതില് ആ പേഷ്യൻസിന്റെ ഏജ്, വയസ്സ്, അതുപോലെ തന്നെ സെക്സ്, ഒരു മെയിൽ ആണോ ഫീമെയിൽ ആണോ അതിനനുസരിച്ചും, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സിംറ്റംസ് കാണുന്നുണ്ടോ, മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ള കണ്ടെത്തലുകളോ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ അതിന്റെ അളവ്, ആ ഒരു രോഗത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ട്, ഏത് രോഗമാണ് എന്നൊക്കെ പ്രാഥമികമായിട്ട് നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും ബേസ് ലൈൻ ആയിട്ടുള്ള ഡേറ്റാസ് നൽകുന്ന ഒന്നാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ സാധാരണയായിട്ട് ഏതൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും നമ്മുടെ ഷുഗർ, പ്രഷർ, അതുപോലെയുള്ള വൈറ്റൽ സയൻസ് ഒക്കെ പരിശോധിക്കില്ലേ? അത് തന്നെ ഫിസിക്കൽ എക്സാമിനേഷനിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ യൂറിൻ പരിശോധിക്കും, ബ്ലഡ് പരിശോധിക്കും ഇല്ലേ? അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ബ്ലഡ് പ്രഷർ നോക്കും. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ഔട്ട്ലൈൻ കിട്ടും. ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, അതിലെന്തെങ്കിലും കണ്ടെത്തലുകൾ, പ്രത്യേകമായിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നെഞ്ചുവേദനയായിട്ടാണ് ചെന്നിരിക്കുന്നത്, നമ്മൾ ആദ്യം ECG മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കാം അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ ബോഡിയിലെ ഓരോ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടും സിസ്റ്റംസുമായി ബന്ധപ്പെട്ടും പരിശോധനകൾ, ഈസായിട്ടുള്ള പരിശോധന, ഏറ്റവും അടിസ്ഥാനപരമായ പരിശോധനകൾ മാത്രമായിട്ട് ചെയ്യുള്ളൂ. അല്ലാതെ സ്കാനിങ് കാര്യങ്ങളൊക്കെ അടുത്ത ലെവലിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗമാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ടെസ്റ്റുകൾ നോക്കും. അപ്പൊ ഏറ്റവും ആദ്യം പ്രാഥമികമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഫിസിഷ്യനെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഫിസിക്കൽ എക്സാമിനേഷൻസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഫിസിഷ്യൻ ഓർഡർ. ഫിസിഷ്യൻ ഓർഡർ എന്ന് പറഞ്ഞാൽ the written or oral orders constitute the attending physician's direction to nursing and auxiliary services and concerning all medication and treatment of the patient. അതായത് ഫിസിഷ്യന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിസിഷ്യൻ നൽകുന്ന ഡയറക്ഷൻസ് ആണ്, നിർദ്ദേശങ്ങൾ. അതിപ്പോ എഴുതി കൊടുത്തതാവാം അല്ലെങ്കിൽ ഓറൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതാവാം. ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അറ്റൻഡിങ് ഡിസിഷൻസ്, ഡയറക്ഷൻ ടു നഴ്സസുകൾക്ക്. ഓക്സിലറി സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ് ഇല്ലേ? ഇപ്പോ ഫുഡ് സർവീസുമായി ബന്ധപ്പെട്ടാവും, ലോണ്ടറിയുമായി ബന്ധപ്പെട്ടാവും, പേഷ്യൻസിന് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള നീഡ്സ്, ഹൈജീൻ, അങ്ങനെയുള്ള അത്തരത്തിലുള്ള സർവീസുകൾ തരുന്ന ആളുകൾക്കാവാം. കൺസേണിങ് ഓൾ മെഡിക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ഡയറക്ഷൻ ഉണ്ടാവും. നഴ്സിംഗുമായി അവർക്ക് എന്തൊക്കെ നഴ്സിംഗുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിചരണം കൊടുക്കണം. അതുപോലെ തന്നെ ഓക്സിലറി സർവീസുമായി ബന്ധപ്പെട്ട അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തൊക്കെ സർവീസുകൾ കൊടുക്കണം. അതുപോലെ തന്നെ കൺസേണിങ് ഓൾ മെഡിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യൻസിന്റെ എല്ലാ മരുന്നുകളും അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളെയാണ് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. ചില ഡോക്ടേഴ്സ് എഴുതി ആയിരിക്കും കൊടുക്കുക. കണ്ടിട്ടുണ്ടോ നിങ്ങള്? എഴുതി കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഇന്ന മെഡിസിൻസ് ഇന്ന ടൈമിൽ കൊടുക്കണം, അതുപോലെ കൃത്യമായിട്ട് ഇന്റർവെല്ലിൽ നിങ്ങൾ ഇങ്ങനെ പരിശോധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അവരോട് സംസാരിക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ? ഓറലായിട്ടും റിട്ടേൺ ആയിട്ടും. അങ്ങനെ അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ നൽകുന്ന നിർദ്ദേശങ്ങളെയാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡിലും രേഖപ്പെടുത്തും. കാരണം അല്ലാതെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ പറയുന്ന എന്താണ് ഡയറക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനനുസരിച്ച് നഴ്സിംഗ് കെയർ കൊടുക്കുന്നുണ്ട്, സപ്പോർട്ടീവ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ട്, മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള അറ്റൻഡിംഗ് ഫിസിഷ്യൻ നൽകുന്ന ഡയറക്ഷൻ നിർദ്ദേശങ്ങളാണ്, ഓറലായിട്ടും റിട്ടേൺ ആയിട്ടുള്ള നിർദ്ദേശങ്ങളെയാണ് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, പിന്നെ മിസ് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ.
ഡിസിഷൻ ഓർഡർ വരെയാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇവിടെ വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.